അനീതികൾ കാണുവാൻ വേറൊരിടത്തേക്ക് നോക്കണ്ട, ഓർത്തഡോക്സ് സഭയിലേക്ക് മാത്രം നോക്കിയാൽ മതി. സത്യസന്ധരും വിശ്വാസികളുമായ പിതാക്കന്മാരുടെ കണ്ണുനീരിനാലും പ്രാർത്ഥനകളും നിലനിന്ന ഈ സഭ എന്തുകൊണ്ട് ഇത്രകാലം നിന്നു എന്ന് ചോദിച്ചാൽ അവരുടെ നീതിയിൽ എന്നേ പറയാനുള്ളൂ. ആ നീതി നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോയ പാത്രിയാർക്കീസുകളുടെ ഗതി നമ്മുടെ കൺമുന്നിലുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങൾ തീർക്കാൻ താല്പര്യമില്ലാത്ത അപ്രേം പാത്രിയാർക്കീസിന് ആസ്ഥാനം നഷ്ടപ്പെട്ടറിയുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കോടതി വിധിയിലൂടെ പള്ളികളിന്മേലുണ്ടായിരുന്ന അവകാശവും നഷ്ടമായി. നീതിയും സത്യവും അവനവന് തോന്നുന്ന രീതിയിലാണെങ്കിൽ കുറെക്കാലമൊക്കെ തട്ടിമുട്ടിപ്പോകും. പിന്നീട് സർവനാശം. ദൈവപുത്രൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യം കർത്താവിൽ നിന്നാണ് ഉണ്ടായത്. അത് നിറവേറ്റുവാൻ ഇതാ അരങ്ങൊരുങ്ങുന്നു. അതിൻ്റെ മുന്നോടിയായാണ് ഏത് സാഹചര്യം കൊണ്ടായാലും അനുകൂല വിധി ലഭിച്ചിട്ടും ഈ 9 വർഷങ്ങൾക്ക് ശേഷവും നടപ്പാക്കാൻ കഴിയാതിരിക്കുന്നത്. അനീതിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായി പോയത്. പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്ത ഒരു സീനിയർ മെത്രാൻ ഉണ്ടായിരുന്നു കമ്മിറ്റിയിൽ. അദ്ദേഹം അല്പം നിഷ്പക്ഷമായി നിൽക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പരാതി പറയുന്നവരിൽ നിന്ന് സാമ്പത്തികം ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇടയന്മാർ കറവയുള്ള ആടുകളെ കരുതും, അത് സ്വാഭാവികം. കമ്മിറ്റിയിൽ എതിർ ശബ്ദം മുഴക്കിയവരുടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മുങ്ങിപ്പോയതെന്നാണ് അറിയുന്നത്. അല്പസ്വല്പം കുറ്റങ്ങളും കുറവുകളുമൊക്കെ പോകട്ടെ, ഇതുപോലെ നഗ്നമായി വൃത്തികേട് കാണിച്ചവന്മാരെയൊക്കെ ലിസ്റ്റിൽപ്പെടുത്തി. എന്ത് കുഴപ്പം കണ്ടിട്ടാണ് തിമോത്തി അച്ഛനെയും ജോഷി അച്ഛനെയും ഒക്കെ തടഞ്ഞ് സരളയെപ്പോലുള്ളവരെ ലിസ്റ്റിൽപ്പെടുത്തിയത്? തോമസ് പേൾ റമ്പച്ചന്റെ പരാതി കുറയ്ക്കാൻ ലിസ്റ്റിലിട്ടു. അവരെ MC-യിൽ തട്ടിക്കളിക്കാൻ ചരടുവലികൾ വലിച്ചു മുറുക്കി കഴിഞ്ഞു. നാട്ടിൽ അന്തസ്സായി ജീവിച്ചൊരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിക്കുമ്പോഴും ഉറപ്പിക്കുമ്പോഴും അതിൻ്റെ എൻഗേജ്മെന്റ് നടത്തുമ്പോഴുമൊക്കെ നാട്ടുകാർ വിവരമറിയാറുണ്ട്. കാരണം അവിടെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. എന്നാൽ പഠനകാലം മുതൽ കണ്ടവൻ്റെയൊക്കെ കൂടെ പോയി പലവട്ടം ആശുപത്രികൾ കയറി ഇറങ്ങിയ വകയിൽ കാശുണ്ടാക്കിയ ഒരുവൾക്ക് വിവാഹം വന്നാൽ അത് ആലോചന മുതൽ വിവാഹം നടക്കുന്നതുവരെ പരമരഹസ്യമായിരിക്കും. കാരണം അത് 4 പേരറിഞ്ഞാൽ ചിലപ്പോൾ വിവാഹം മുടങ്ങും. അപ്പോൾ എങ്ങനെയെങ്കിലും താലി കഴുത്തിൽ കയറുന്നതുവരെ രഹസ്യമാക്കിയേ പറ്റൂ. സെമിനാരിയിൽ പഠിച്ച അച്ഛന്മാരോട് ചോദിച്ചാൽ സര എന്ന് പറഞ്ഞാൽ ബാക്കി അവർ പറയും. സെമിനാരി കഥകൾ എന്ന പേരിൽ ഒരു സീരീസ് താമസിയാതെ പുറത്തു വരും. അപ്പോൾ ഒരാൾ മാത്രമല്ല, പലരും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അല്ല, സഭ മുഴുവൻ ഒരു വലിയ മുണ്ട് പുതക്കേണ്ടി വരും. നീതിയുടെ സകല ലംഘനവും നടന്നു എന്നുറപ്പായാൽ പിന്നെന്ത് സഭയുടെ അന്തസ്? സോപ്പുകുട്ടന്മാരെ തിരികെ കയറ്റാൻ ഡിക്രുവും ആമയും കരടിയുമാണ് ചരട് വലിക്കുന്നത്. ആമയ്ക്കും കരടിക്കും കമ്മീഷൻ, ഡിക്രുവിന് ഭൂരിപക്ഷം നേടി നിയുക്തനാകണം. സഭ അധോഗതിയിൽ.